അപ്പോൾ എന്തായാലും നമുക്കത് കഴുകിയിട്ട് ഇതാ കഴുകിയിട്ടോ. ഇതാ പച്ചക്കറി നമുക്കത് കട്ട് ചെയ്യണം. കുറച്ച് പച്ചക്കറിയും കൊണ്ടാണ് നമ്മൾ സാമ്പാർ വയ്ക്കുന്നത്. എല്ലാ കഷ്ണവും ഇല്ല കേട്ടോ. വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, സവോള. ഇതാ പുളി ഒന്ന് വെള്ളത്തിലിടാം കേട്ടോ. വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇതിങ്ങ് കട്ട് ചെയ്യാം. ഇതാ കഷ്ണം കട്ട് ചെയ്ത് കേട്ടോ. ഇതാ ഇങ്ങനെ കട്ട് ചെയ്യാം. തക്കാളി നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് വയ്ക്കാം. വെള്ളത്തിൽ കഴുകാനിട്ടാണ്. ഇതാ വെണ്ടയ്ക്കും ഉള്ളിയും കട്ട് ചെയ്ത് അതൊന്ന് എണ്ണയിൽ ചൂടാക്കിയെടുക്കാം. പരിപ്പത വെന്തു കേട്ടോ. നമുക്കതിന് വേണ്ട മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ, എരിവ് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ കേട്ടോ. മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ചെറിയ സ്പൂണാണ് കേട്ടോ, 1 സ്പൂൺ ഉപ്പ്. നമുക്ക് അത് അടുപ്പി വയ്ക്കാം. ഇത്രയും വേണ്ടു. സിമ്പിൾ സാമ്പാറാണ്. മുളക് പൊടിയും മല്ലിപ്പൊടിയും ചിലവർ ചൂടാക്കി ഇടണം കേട്ടോ. ഒന്ന് നമ്മൾ ചീനച്ചട്ടിയിലൊന്ന് എണ്ണ ഒഴിച്ച് ചൂടാക്കും. ഇതൊന്നും വേണ്ട. ഇതങ്ങനെ നമ്മൾ നേരിട്ട് അങ്ങോട്ട് ഇട്ടാൽ മതി. നല്ല മണം. ലാസ്റ്റ് കുറച്ച് കായപ്പൊടി ഇടണം കേട്ടോ. ലാസ്റ്റ് നമ്മൾ സാമ്പാർ പൊടിയും കൂടെ ആഡ് ചെയ്ത് നന്നായി തിളച്ച് പുളിയൊക്കെ ഒഴിച്ച് നന്നായി തിളച്ച ശേഷം താളിച്ചൊഴിച്ചാൽ നമ്മൾ സിമ്പിൾ സാമ്പാർ റെഡി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മറക്കരുത്, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. മറക്കരുത്. എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുള്ള സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ. നമുക്ക് പുളി ഒഴിക്കാം കേട്ടോ. പുളി ഒഴിക്കാം. നമ്മളെ സാമ്പാർ ഏകദേശം ആയി വരുന്നുണ്ട് കേട്ടോ. നന്നായി തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് താളിച്ച് വയ്ക്കാം. നല്ലോണം വേഗം കേട്ടോ, എന്നാലേ നല്ല മണം ഉണ്ടാവും. അതിനോടൊപ്പം ഒരു ടീസ്പൂൺ, 1.5 ടീസ്പൂൺ എടുക്കാം കേട്ടോ. 1.5 അല്ല 2 എടുത്തോ. നല്ല മണം കിട്ടാനേ 2 ടീസ്പൂണ് സാമ്പാർ പൊടി ആഡ് ചെയ്യാം. അപ്പോൾ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നന്നായി ഒന്ന് തിളച്ച് പൊടിയൊക്കെ ഒഴിച്ച് നന്നായി തിളച്ചിട്ട് നമുക്ക് താളിച്ചൊഴിക്കാം. അപ്പോൾ സിമ്പിൾ സാമ്പാർ റെഡി. നമ്മുടെ സാമ്പാർ താളിച്ചൊഴിച്ചു കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്യണം.